ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അജ്മൽ ഹദീസ് മാർക്കറ്റിംഗ്. നമ്മൾ ഈ പാർട്ടിൽ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. നമ്മളെ അക്കൗണ്ട് എടുക്കുക. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു അക്കൗണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ സീ മോർ അടിച്ചാൽ അവിടെ നമുക്ക് പേജസ് കാണാം. ക്രിയേറ്റ് ന്യൂ പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അവിടെ ക്രിയേറ്റ് ന്യൂ പേജിൽ ഫസ്റ്റ് നെയിം ഉണ്ടാവും. ഫസ്റ്റ് നെയിം റിക്വയർഡ് ആണ്. ഫസ്റ്റ് നെയിം നമ്മൾ നിർബന്ധമായിട്ടും അവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് ഞാനിപ്പോൾ എന്താണോ ഞാൻ തുടങ്ങാൻ പോകുന്നത്, അപ്പോൾ എൻ്റെ ഒരു ബ്രാൻഡ് പേജ് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അജ്മൽ ഹദി മാർക്കറ്റർ എന്നാണ് നമ്മൾ പേര് കൊടുത്തത്. അപ്പോൾ അവിടെ ഒരു ഗ്രീൻ ടിക്ക് വീഴും. അത് വീണിട്ടില്ലെങ്കിൽ അവിടെ ഗ്രീൻ അല്ല റെഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ മാറ്റി പല രീതിയിലും പേരാക്കി കൊടുത്തു നോക്കാം. അപ്പോൾ ഗ്രീൻ ടിക്ക് വീഴുന്നത് വരെ നമ്മൾ പേര് ഇതാക്കുക. അത് കഴിഞ്ഞിട്ട് കാറ്റഗറിയാണ് നമ്മൾ അടുത്തത് സെലക്ട് ചെയ്യേണ്ടത്. കാറ്റഗറിയിൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ബിസിനസ് പോകുന്നത്, ഡിജിറ്റൽ ക്രിയേറ്റർ. അപ്പോൾ ഞാനൊരു ഡിജിറ്റൽ ക്രിയേറ്റർ ആയതുകൊണ്ട് ആ രീതിയിൽ കാറ്റഗറി കൊടുക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ അടിച്ചു നോക്കുക. അങ്ങനെ നമ്മളെ കാറ്റഗറി ഏതാണോ, നമ്മൾ ഏത് മേഖലയിലാണോ നമ്മളെ കാറ്റഗറി വരുന്നത്. ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്നുള്ളതുണ്ടാവും. അങ്ങനെ സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ടത് എഡ്യൂക്കേഷൻ ഉണ്ടാകും. അങ്ങനെ ഏതാണോ നമ്മളെ മേഖല അത് നമ്മളവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നല്ലൊരു ബയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ബയോ അവിടെ കൊടുക്കൽ ഓപ്ഷനലാണ്. പക്ഷേ നമുക്ക് ആ ബയോ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് അവിടെ കൊടുത്ത് പോകുന്നതായിരിക്കും ഈ ഒരു പേജ് സ്ട്രോങ് ആവാൻ ഏറ്റവും ബെറ്റർ. അവിടെ ക്രിയേറ്റ് പേജ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ കുറച്ച് നേരം ലോഡിങ് ഉണ്ടാകും. ആ ലോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് പോകും. അവിടെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുക്കേണ്ട സ്ഥലമാണ്. അവിടെ വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. രണ്ടാമത് മൊബൈൽ നമ്പർ ഉറപ്പായിട്ടും കൊടുക്കേണ്ടി വരും. അവിടെ ഇന്ത്യയുടെ കോഡ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ നമ്പർ, ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യയുടെ കോഡ്, അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്താണോ കൺട്രി കോഡ് നിർബന്ധമായിട്ടും സെലക്ട് ചെയ്തിട്ട് അവിടെ എന്നിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, ലൊക്കേഷൻ്റെ അവിടെ നമ്മുടെ അഡ്രസ്സ് എന്ത് ചെയ്യുക കൊടുക്കുക. ഹവേഴ്സ് നമ്മൾ നോ ഹവേഴ്സാണ് അവൈലബിൾ, തീരെ അവൈലബിൾ അല്ലെങ്കിൽ ഓൾവേസ് ഓപ്പൺ ആണോ, അല്ലെങ്കിൽ കുറഞ്ഞ എന്ന സമയങ്ങളിലാണ് നമ്മളെ ഓപ്പൺ ആവുള്ളൂ. നമ്മളെ ബിസിനസ് ഷോപ്പാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഓൺലൈനായിട്ടുള്ള മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഓൾവേസ് ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഏത് സമയത്ത് നമ്മളെ കണക്ട് ചെയ്യാൻ കിട്ടുമെങ്കിൽ അത് നമ്മൾ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത ഇൻ്റർഫേസിൽ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ കവർ പിക്ചർ ആഡ് ചെയ്യാനുണ്ടാവും. അത് രണ്ടും നല്ല രീതിയിൽ ആഡ് ചെയ്യുക. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ക്രോപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുക. അത് നമ്മൾ ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ നമ്മുടെ ആ ഒരു വാട്സപ്പ് ബട്ടൺ നമ്മളെ പേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒന്നുകൂടി നമ്മൾ കൺട്രി കോഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക. എന്നിട്ട് ഒരു ഗെറ്റ് കോഡ് അടിച്ചാൽ നമ്മൾ ഫോണിലേക്കൊരു OTP വരും. ആ ഒരു OTP കോപ്പി പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷണൽ ഇമെയിൽസ് അബൌട്ട് യുവർ പേജ് ഒക്കെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. എന്നിട്ട് ഡണ്ണ് കൊടുത്താൽ നമ്മുടെ അജ്മൽ ഹദി മാർക്കറ്റർ എന്നൊരു പേജ് നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബയോയും അതിൻ്റെ ഇമെയിൽ, കോണ്ടാക്റ്റ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പക്കയായിട്ടാണ് നല്ലൊരു പേജ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു നല്ല ഡീറ്റെയിൽസ് മുഴുവനായിട്ടും കൊടുത്താൽ സ്ട്രോങ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ പേജിൻ്റെ ബിൽഡ് നല്ല രീതിയിലായിട്ടില്ല എങ്കിൽ, പ്രോപ്പറായിട്ടില്ല എങ്കിൽ നമ്മളെ മാർക്കറ്റിങ്ങിൽ ചിലപ്പോൾ ആ ഒരു മാർക്കറ്റ് പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല. അപ്പോൾ ഡീറ്റെയിൽസ് പരമാവധി നമ്മൾ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യുക. കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആയാലും ബയോയിൽ നമ്മൾ എന്താണ് നമ്മൾ ഈ ഒരു പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ആ ഒരു ബയോയിൽ കൊടുക്കേണ്ടത്. അതെല്ലാം കൊടുത്തിട്ട് നല്ലൊരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പ്രൊഫൈലായാലും നല്ല പക്കയായിട്ടുള്ള പ്രൊഫൈൽ നമ്മൾ കൊടുക്കണം. ആളുകൾക്ക് എന്താണെന്ന് പെട്ടെന്ന് പ്രൊഫൈലാണ് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ആ പ്രൊഫൈൽ നമ്മൾ ബ്രാൻഡാണെങ്കിൽ ബ്രാൻഡ് ID കൊടുക്കുക, ബ്രാൻഡ് ലോഗോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അതവിടെ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടിനായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്
എങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഒരു ബിസിനസ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ബിസിനസ് യൂട്ട് വഴി അത് കണക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അത് ആരും ഒഴിവാക്കരുത്, നിർബന്ധമായിട്ടും അത് കാണുക. അപ്പോൾ മുമ്പത്തെ പാർട്ടുകളെല്ലാം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ പാർട്ട് കൊടുക്കുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്താൽ മുമ്പത്തെ പാർട്ടും ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.